ഒരു ഗുഹയുടെ ആഴവും അന്ധകാരവും അതിലിറങ്ങിച്ചെന്ന ആളുകൾ മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ മരിച്ചവർ മാത്രമേ മരണശേഷമുള്ള കാര്യങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൂ. സത്യത്തിൽ എന്തായിരിക്കാം മരണത്തിന് ശേഷം ഒരു മനുഷ്യന് സംഭവിക്കുക? ഒരു എനർജിയെ പുതുതായി ഉണ്ടാക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല. എങ്കിൽ നാം മരിച്ചതിന് ശേഷമുള്ള നമ്മുടെ ശരീരത്തിലെ എനർജി എങ്ങോട്ടാണ് പോകുന്നത്? ചുരുക്കി പറഞ്ഞാൽ മനുഷ്യർക്ക് ആത്മാവുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയായിരിക്കും അത് ഉണ്ടായിട്ടുണ്ടാവുക? ഇന്ന് ക്രേസി പീഡിയ നിങ്ങളെ കൊണ്ടുപോകുന്നത് മരണശേഷം നമുക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്ന് നോക്കുവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലോട്ട്. വർഷം 1907 ഡങ്കൻ മക്ഡോവൽ എന്ന ആരോഗ്യ പ്രവർത്തകൻ മരണക്കിടക്കയിൽ കിടക്കുന്ന 6 രോഗികളുടെ ഭാരം അളന്നു നോക്കി. അതിൽ 6 പേരും ഏത് നിമിഷവും മരണപ്പെടുമെന്ന അവസ്ഥയിലായിരുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അതിലൊരാൾ മരണമടഞ്ഞു. ആ മരിച്ച വ്യക്തിയുടെ ബോഡി വെയ്റ്റും അതേ വ്യക്തിയുടെ ജീവനുള്ളപ്പോഴുള്ള ബോഡി വെയ്റ്റും അദ്ദേഹം താരതമ്യം ചെയ്തു. തീർത്തും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ആ കണക്ക്. ആദ്യമുണ്ടായിരുന്ന ഭാരത്തിൽ നിന്നും 21.3 ഗ്രാം കുറഞ്ഞിരിക്കുന്നു. ചിലപ്പോൾ ആ 21 ഗ്രാം ആയിരിക്കുമോ ആത്മാവിൻ്റെ ഭാരം? ഇത് അദ്ദേഹം ഒന്നുകൂടി സ്ഥിരീകരിക്കാൻ വേണ്ടി ഇതേ പരീക്ഷണം അദ്ദേഹം നായകളിൽ കൂടി ചെയ്തു നോക്കി. പക്ഷേ ആ പരീക്ഷണത്തിൽ ഒരു രീതിയിലുള്ള ഭാരവ്യത്യാസവും ഉണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത. അപ്പോൾ മൃഗങ്ങൾക്ക് ആത്മാവില്ല എന്നാണോ? അതോടെ ആ പരീക്ഷണത്തിൻ്റെ നിഗമനം തീർത്തും ഒരു ചോദ്യചിഹ്നമായി മാറി. ഇനി നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നിലേക്ക് കിടക്കാം. 2023 ഡിസംബർ മാസം ലോറൻ കാനഡ എന്ന സ്ത്രീ 24 മിനിറ്റ് നേരത്തേക്ക് മരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അത്രയും നേരം അവരുടെ ശരീരത്തിൽ പൾസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ തുടർച്ചയായ CPR ശേഷം ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് അവരോട് ഡോക്ടർ ചോദിച്ചു അവർ മരിച്ചിരുന്ന, അതായത് ക്ലിനിക്കലി ഡെത്ത് സ്ഥിരീകരിച്ച നേരത്തെ നടന്നത് വല്ലതും ഓർമ്മയുണ്ടോ എന്ന്. അതിനവർ കൊടുത്ത മറുപടി, ഞാനൊരു ഇടുങ്ങിയൊരു ടണലിലൂടെ അഥവാ ഇടുങ്ങിയൊരു തുരങ്കത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതാണ്. ഈ പറഞ്ഞതിൽ പൂർണ്ണമായി നമുക്ക് യോജിക്കാൻ സാധിക്കില്ല. കാരണം നാം ആരും ഇതുവരെ അത് അനുഭവിച്ചറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇതേ അനുഭവം മരണം മുഖാമുഖം കണ്ട ഒരുപാട് പേർ നമ്മുടെ ഈ ലോകത്ത് അനുഭവിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത. എന്തായിരിക്കും മരണശേഷം സംഭവിക്കുക എന്നതിന് കൃത്യമായൊരു ഉത്തരം ഇന്ന് നിലവിലില്ല. കൂടാതെ പല മതഗ്രന്ഥങ്ങളിലും സ്വർഗവും നരകവും ഉണ്ട് എന്നും മറ്റു ചിലതിൽ പുനർജന്മമുണ്ട് എന്നും ഒരുപാട് തിയറികൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. കൂടാതെ ലോറൻ കാനഡ ഒരു തുരങ്കം പോലെ കണ്ടു എന്നതിന് പിന്നിൽ ഭൂരിഭാഗവും അവരുടെ ബ്രെയിൻ തെറ്റിദ്ധരിച്ചതായിരിക്കാം എന്ന് കരുതപ്പെടുന്നു. കൂടാതെ നമ്മുടെ ആത്മാവ് നമ്മുടെ മരണശേഷം ദൈവത്തിൽ അലിഞ്ഞു ചേരുന്നു എന്നൊക്കെ തിയറീസ് ഉണ്ടെങ്കിലും ഇതുവരെ ഒരു തിയറികൾക്കും കൃത്യമായൊരു തെളിവില്ല. അതിനാൽ നമ്മൾ എന്തിനീ തെറ്റായ കാര്യങ്ങൾ വിശ്വസിക്കണം?